തപന ശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം തദരി ആ ട്യൂൺ കേട്ടിട്ടില്ലേ? നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ. ഇങ്ങ വാ, ഇങ്ങ മോൻ കാണട്ടെ. വാ. നാരായണായ നമ അല്ലെങ്കിൽ ഇവിടെ വന്നിരുന്നോ? നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ. തടില്ലേഖ തന്വീം തപന ശശിവൈശ്വാനരമയീം. പഠിക്കേ. തപന ശശിവൈശ്വാനരമയീം. ആ രമയീം മാത്രം നനയ്ക്കാൽ മതി. തടില്ലേഖ തന്വീം തപന ശശിവൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപാത്മാടവ്യമലമ മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. തടില്ലേഖ തന്വീം. കോമയിട്ടോണേ. തടില്ലേഖ തന്വീം തടില്ലേഖ തന്വീം. മിന്നൽക്കൊടി പോലെ അതികൃശയായിട്ടുള്ള, അതായത് ആ കുണ്ടലിനി ശക്തി മിന്നൽക്കൊടി പോലെ ഒരു ചെറിയ ഒരു വൈബ്രേഷൻ മാത്രമാണ്. അതാണ് അമ്മയെക്കുറിച്ച് പറയുന്നതാണ്. തടിലേഖ തന്വീം തപന ശശി വൈശ്വാനരമയീം. സൂര്യചന്ദ്രൻ്റെ അഗ്നിയുടെ അതേപോലെ ചുവന്നിരിക്കുന്ന തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഇരിക്കുന്നതായ എൻ്റെ അർത്ഥം നിഷണ്ണാം. ഷണ്ണാം അപ്പി അഭി ഉപരിയാണ്. ഷണ്ണാമപ്യുപരി ഷണ്ണാമപ്യുപരി ഷണ്ണാം അഭി ഉപരി എന്നാണ് ഇതിൻ്റെ അർത്ഥം കേട്ടോ. ഷണ്ണാം നിഷണ്ണാം ഷണ്ണാം അങ്ങനെ ഇരിക്കുന്ന അഭി ഉപരി ആ മുകളിലിരിക്കുന്ന കമലാനാം തവ കലാം കമലാനാം തവസ്വര കമലസ്വരൂപങ്ങളായ മൂലാധാര ആദി ചക്രങ്ങൾ. ഈ മൂലാധാര ചക്രത്തെക്കുറിച്ചാണ് ഈ പറയുന്ന മുഴുവനും. സൗന്ദര്യലഹരി മുഴുവനും മൂലാധാര ചക്രത്തെക്കുറിച്ചും 6 ഷഡ്ചക്രങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ലളിതാ സഹസ്രനാമം മുഴുവനും ഈ ചക്രങ്ങളിലിരിക്കുന്ന അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം അമ്മയുടെ രൂപങ്ങളെ വർണ്ണിച്ച്, പിന്നെ അമ്മ ഭണ്ഡാസുരനെ വധിക്കാൻ പോകുന്നതിന് വേണ്ടുന്നുള്ള ആ സൈന്യത്തിൻ്റെ രീതിയെല്ലാം വിവരിച്ച്, അത് കഴിഞ്ഞ് പിന്നെ ഈ ഏതൊക്കെ ചക്രങ്ങളിൽ ഏതൊക്കെ ശരീരത്ത് അമ്മ ഇരിക്കുന്നു എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമം. അതിൻ്റെയൊക്കെ അർത്ഥം പറഞ്ഞ് പഠിക്കേണ്ടതാണ്. ഒക്കെ ഒരു സമയമുണ്ടപ്പോൾ പഠിപ്പിച്ചു തരാം ഞാൻ. അതാണത്. ഇത് മുഴുവൻ ഈ നമ്മുടെ ഈ ശ്രീചക്രമില്ലേ, അതിനെക്കുറിച്ചാണ് ഇത് മുഴുവൻ. അങ്ങനെയാണ് ഇത് എഴുതിയതിന് ശേഷമാണ് ഈ ശ്രീചക്രത്തിൽ അമ്മേനെ മൂകാംബികയിൽ ശങ്കരാചാര്യർ ഇവിടെ സ്ഥാപിക്കുന്ന ആ അമ്പലത്തിൽ. അവിടെ നമ്മൾ അവിടെ പോയിട്ട് നോക്കുമ്പോൾ കാണാമല്ലോ, നമുക്കവിടെ ആ ശ്രീചക്രമല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഒരു രൂപ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു അലങ്കാര വിഗ്രഹം വെച്ചിട്ടുണ്ട്. പക്ഷേ ശരിക്കും അവിടുത്തെ പ്രതിഷ്ഠ എന്തുവാ? ശ്രീചക്രം. കണ്ടിട്ടുണ്ടോ അത്? നമുക്കത് കാണാൻ അങ്ങനെ പറ്റത്തില്ല. ശ്രീചക്രമാണ് അവിടെ ഇരിക്കുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ ശ്രീചക്രം വെച്ച് ആരാധിക്കുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് അമ്മയാണ് ആ ബിന്ദു. ശ്രീചക്രം എന്ന് പറഞ്ഞാൽ എന്തുവാ ശരിക്കും? ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രപഞ്ചമില്ലേ, അതിൻ്റെ ഒരു കോമ്പാക്റ്റ് രൂപം. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന കഷായത്തിൻ്റെ കോമ്പാക്റ്റ് രൂപമാണ് ആ കഷായത്തിന് പകരം തരുന്ന. കഷായം കഴിക്കാൻ ആളുകൾക്ക് ചിലപ്പോൾ മടിയാണ്. എന്നാൽ ഒരു ഗുളിക തരാമെന്ന് പറയാം. എന്നാൽ നിങ്ങൾ കഷായം കഴിക്കാണ്ട് ഗുളിക കഴിച്ചോ. അതെന്തുമായിരിക്കും ആ കഷായത്തിൻ്റെ ഗുണമുള്ള അതിന് പകരമുള്ള സാധനം?
അതാണ് ഈ പ്രപഞ്ചത്തിന് പവറുള്ള സാധനം. എന്തുവാ? ശ്രീചക്രം. കോമ്പാക്റ്റ് രൂപം, നമ്മുടെ ശരീരത്തിൻ്റെ കോമ്പാക്റ്റ് രൂപം. നമ്മുടെ ശരീരം അത് തന്നെയാണല്ലോ, പ്രപഞ്ചം അത് തന്നെയാണല്ലോ. അതാണ് ശ്രീചക്രം. അപ്പോൾ അതാണ് ഈ പറഞ്ഞത്. ഷണ്ണാമപ്യുപരി കമലാനാം തവകല മഹാപത്മാടവ്യാം മൃദിദം അലം ആയേന മനസ്സ. ആ വാക്ക് അങ്ങനെയാണ്. മൃദിദം അലം മൃദിദം അലമായേന മനസ്സ. നമ്മുടെ പാപങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെട്ട മനസ്സ്, ആ മനസ്സുകൊണ്ട് കാണുന്നവരായ മഹാന്മാരായ യോഗീശ്വരന്മാർ അമ്മയെ ഇങ്ങനെയുള്ള മനസ്സായിട്ട് പോലും അമ്മയെ ആ സഹസ്രാര പത്മത്തിൽ കാണുന്നു എന്നർത്ഥമാണ്. മൃദിതം അലമായേന മനസ്സ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരിം. ചൊല്ലിക്കോ. തടില്ലേഖാതന്വീം തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമഭ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്ത പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം. അവിടെ കൊണ്ട് അങ്ങനെ നിർത്തണം. സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി യഹ. തത് ഏവയാണ്. തദേവ എന്നുള്ളത് തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം. നിങ്ങളും ഉറക്കെ വായിച്ചേ. മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട. ഈ പിരിച്ചു ചൊല്ലുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഒന്നുകൂടെ പഠിക്കേ. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വം ഇതി യഹ. തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നിരാജിത പദാം. ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഹ. തദൈവ ത്വം തസ്മൈ ദിശസി നിജ സായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുട മകുട നീരാജിത പദാം. മനസ്സിലായോ? അടുത്തത്